അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ദക്ഷിണ കന്നഡ മാംഗ്ലൂർ ജില്ലയിലുള്ള സീനത്ത് ബാദ്ഷ ജുമാ മസ്ജിദിലേക്കാണ്. പണ്ട് മാലിക് ദിനാർ സംഘവും നിർമ്മിച്ചൊരു പള്ളിയാണ്. പിന്നെ അത് ടിപ്പു സുൽത്താൻ 646 BC സെഞ്ചുറിയിൽ അദ്ദേഹം റീകൺസ്ട്രക്ഷൻ ചെയ്തു. പിന്നെ ഇതാണ് ആ പള്ളി. ഞാനും ഉപ്പയും കൂടിയാണ് പള്ളിയിലോട്ട് പോകുന്നത്. പിന്നെ അവിടെ 2 മഖാമുകളും അവിടെ പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഇതാണ് അവിടുത്തെ സയ്യിദ് അത്താഷ് കോയ് ബാലവി തങ്ങളുടെ മഖബറ. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കാണാൻ പറ്റുന്നതാണ് ഷെയ്ഖ് സുൽത്താൻ സയ്യിദ് മുഹമ്മദ് മൗലാന മസ്താൻ ബുഖാരിയുടെ മഖബറ. പിന്നെ ഒരു സ്ത്രീയുടെ മഖബറ അങ്ങ് മേലായിട്ടും ഉണ്ട്. പിന്നെ ഇത് വലിയ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. സീനത്ത് ബാദ്ഷ പള്ളിയും എന്ന് അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ വെച്ചിട്ടുള്ള ഓൾഡസ്റ്റ് മോസ്കിൽ 3ാമത് ഒന്നാണ് ഇത്. പറഞ്ഞു വരുന്നത് പോലെ CE 642 643 എന്ന ഒരു കാലഘട്ടത്തിലാണ് ബന്ദർ ഏരിയയിൽ വെച്ചിട്ട് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു ദ്രാവിഡിയൻ ആർക്കിടെക്ട് രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ മത്സ്യത്തിൻ്റെ കുളങ്ങളാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. പിന്നെ അകത്ത് വിശാലമായ പള്ളിയും. പിന്നെ ഇവിടുത്തെ കുളമാണ് എടുത്ത് പറയാനുള്ളത്. ഒരുപാട് മീനുകളും ഒരുപാട് നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ് കാണാൻ എത്ര കണ്ടാലും മതി വരാത്തൊരു ഭംഗിയാണ് ഇവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് മാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ നടന്നിട്ടാണ് ഈ മസ്ജിദ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇവിടുത്തെ കുളങ്ങളാണ് ഇത്. പിന്നെ ഇത് 2000 ആൾക്കാർക്ക് നിസ്കരിക്കാൻ പറ്റുന്ന വലിയൊരു പള്ളിയാണ്. ടിപ്പു സുൽത്താനാണ് ഈ പള്ളി വീണ്ടും നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ മാലമിനാരങ്ങളും അതുപോലെ തേക്കിൻ്റെ മരങ്ങളും റോസ് വുഡും ഒക്കെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ഇവിടെ അകത്ത് ഉള്ള ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. പിന്നെ വേറെ റസൂലുള്ളാഹിയുടെ കാലത്താണ് ഇവിടെ മാലിക് ദിനാർ സംഘവും ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ, ഇവിടുത്തെ ചരിത്രങ്ങളും. നല്ല തേക്കിൻ്റെ മരം കൊണ്ടാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഇവിടുത്തെ ഹൗസ് എന്ന് പറയുന്നത്. അപ്പുറത്ത് പൈപ്പിലും ഇവിടെ കാല് കഴുകാനും പിന്നെ പ്രധാനമായി പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നത് പോലെ വുളു ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. അകത്തളങ്ങളിൽ നല്ല കാറ്റും അതുപോലെ വളരെ മനസ്സിന് ശാന്തവും സമാധാനവും കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് നിസ്കരിക്കുന്ന ആ ഒരു കുത്തുബയും മിനാരങ്ങളും ഒക്കെ ഉള്ളത്. ഇങ്ങനെ ഇവിടെ ഉള്ള ഒരു കാഴ്ചകൾ ഇതാണ്. പണ്ടത്തെ ലാമ്പും അതുപോലെ നിങ്ങൾക്കൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് മെയിൻ ഹാള്. പുറത്ത് ഇവിടെ കുറേ ആൾക്കാർ ഉറങ്ങുന്നതും അതുപോലെ നിസ്കരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ പഴയ കാലങ്ങളിലുള്ള മരങ്ങളും അതുപോലെ ശില്പങ്ങളും അതുപോലെ ദ്രാവിഡ ആ ഒരു ശൈലിയിലാണ് ഇവിടെ ടിപ്പു സുൽത്താൻ
പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 2000 ആൾക്കാർക്ക് നിസ്കരിക്കാനും പറ്റുന്ന ഒരു പള്ളിയാണ്. ഏകദേശം വലിയൊരു പള്ളിയാണ്. പുറത്ത് കാഴ്ചകൾ എന്ന് പറയുന്നത് സ്ത്രീകളും കുട്ടികളും ഇതുപോലെ മറുവശത്താണ് അവർ പോകുന്നത്. ഇവിടെ പുരുഷന്മാർക്ക് മാത്രമാണ് അലോഡുള്ളത്. അങ്ങനെ ഞാൻ മുകളിലോട്ട് പോകാൻ പോകുന്നു. അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും അതുപോലെ അത് മനോഹരമായ ആ ഒരു പള്ളിയുടെ അകത്തളങ്ങളും നിങ്ങൾക്കൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി ഇതാണ് ഇവിടുത്തെ പ്രസിദ്ധമായ ഷെയ്ഖ് സുൽത്താൻ സയ്യിദ് മുഹമ്മദ് മൗലാന മസ്താൻ ബുഖാരി റളിയല്ലാഹുവിൻ്റെ ആ മഖ്ബറ എന്ന് പറയുന്നുള്ളത്. ഒട്ടേറെ ആൾക്കാർ ഇവിടെ ദിനം പ്രതി വരുന്നുണ്ട്. പിന്നെ അവിടുത്തെ ആ ലൈറ്റിങ്ങുകളും അതുപോലെ വളരെ മനോഹരമാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് യാസീനൊക്കെ ഓതി അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ പുറത്തുള്ള ഒരു മുഖാമുകളും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ കുറേ ആൾക്കാർ വീണ്ടും വരുന്നുണ്ട്. അവിടെ ചന്ദനത്തിരിയൊക്കെ ഒരു വശത്ത് കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വശത്ത് മധുരപാനീയങ്ങളും സർബത്തുകളും അവിടെ റെഡിയാക്കുന്നതിൻ്റെ തിരക്കുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഞാൻ അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ കാണാം. അതാണ് എൻ്റെ ഉപ്പ അവിടെ പള്ളിയിൽ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെയൊക്കെ കാഴ്ചകളാണ് എനിക്ക് പകർത്താൻ പറ്റിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനി ഇവിടുത്തെ പൂന്തോട്ടങ്ങളിലേക്ക് ഞങ്ങളൊന്ന് പോയി. ഇവിടുത്തെ മനോഹരമായ പൂച്ചെടികളും ഒട്ടേറെ റോസും ചെടികളും അതുപോലെ മഖ്ബറയും ഒരുപാട് ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. പഴയ ആൾക്കാരും പഴയ പ്രമുഖന്മാരും ഒക്കെയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. അധികം ഞാൻ അവിടെ നിന്നില്ല. അവിടെ വളരെ വിശാലമായൊരു സ്ഥലം കൂടിയാണ് ഇത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് അഭിപ്രായമായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.